ഉത്തരാഖണ്ഡ് ബദ്രിനാഥ് സമീപം മഞ്ഞുമല ഇടിഞ്ഞു വീണ അപകടം. ചാമോലി ജില്ലയിലെ ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മാന ഗ്രാമത്തിലാണ് സംഭവം. റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട 57 തൊഴിലാളികൾ മഞ്ഞിനടിയിൽ അകപ്പെട്ടു. 16 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി വൃന്ദ ഗോവൻ ചേരുന്നുണ്ട്. വൃന്ദ, കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ടോ? ഹരിത, ഇന്ന് രാവിലെയാണ് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ ഇത്തരത്തിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. നിലവിൽ 57 പേരാണ് ഇതുപോലെ മഞ്ഞിനടിയിൽ മഞ്ഞുമല ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതിൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റോഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദേഹത്തേക്കാണ് ഇത്തരത്തിൽ മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നത്. 57 പേരുടെ മേലേക്കായിരുന്നു ഇത്തരത്തിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ ഒരു അപകടമുണ്ടായത്. ഇതിൽ 16 പേരെ, ആദ്യഘട്ടത്തിൽ 3 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നത്. പിന്നീട് 16 പേരെ, ഈ 3 പേരുൾപ്പെടെ 16 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ബാക്കി 41 പേർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ച് വരികയാണ്. നിലവിൽ ചമോലി ജില്ലയിൽ ഇൻഡോ ടിബറ്റൻ അതിർത്തിയിൽ മാന എന്ന പ്രദേശത്താണ്, മാന എന്ന ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ് ഈ 57 പേർ ഈ ഒരു മഞ്ഞുമലയ്ക്ക് അടിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി മഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ഒരു പ്രദേശത്തുള്ളത്. ഇത് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി മഞ്ഞു വീഴുന്നത് വലിയ രീതിയിലൊരു ദുഷ്കരമായി ഒരു പ്രവർത്തനത്തെ തടയുന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇവരെ ഈ ഇൻഡോ ടിബറ്റൻ ക്യാമ്പിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. രക്ഷപ്പെടുത്തിയ ആളുകളെ ഈ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവരുടെ സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ, പലരുടെയും അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതി കൈവരിച്ചു വരുന്നതേയുള്ളൂ. ഇവരുടെ നിലവിൽ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരുന്നത്. കൂടാതെ തന്നെ പ്രദേശത്തെ മറ്റ് ആളുകളും എത്തി ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ ഈ മഞ്ഞിനടിയിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്താനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ 41 പേർക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ഈ റോഡിലേക്ക് വീണിട്ടുള്ള മഞ്ഞ് പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവരെ രക്ഷപ്പെടുത്താനാവുക. ഇവർ ഏത് ഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ മഞ്ഞ് മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ആളുകൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് സാറ്റലൈറ്റ് ഫോണുകൾ അടക്കം തന്നെ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ റോഡ് നിറയെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു മഞ്ഞ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ആളുകളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താനാകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരുന്നു. ഈ 57 പേർക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് മഴയ്ക്കുള്ള ഒരു സാധ്യതയും കൂടെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അവിടെ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകൾ ഇവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. നിലവിൽ ഈ ഒരു 41 പേർക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിത. ശരി, വൃന്ദ ഗോവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.